ജനുവരി മാസം 18-ാം തീയതി മുതൽക്ക് 24-ാം തീയതി വരെയുള്ള എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. മകരം അര അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ 3/4, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഗുരു ലഗ്നത്തിലാണ്, വ്യാഴം ലഗ്നത്തിലാണ്, അഷ്ടമത്തിലാണ് മറ്റ് ഗ്രഹയോഗങ്ങൾ 4 ചതുർഗ്രഹയോഗം ഒക്കെ വരുന്നത്. പല വ്യത്യാസങ്ങളും അവരുടെ പ്രവർത്തന മേഖല സംബന്ധിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരാവുന്നതാണ്. രഹസ്യ അന്വേഷണം, അതുപോലെ തന്നെ ഗവേഷണം മുതലായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകേണ്ട കാലമാണ്. സാമ്പത്തികമായിട്ട് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങൾ, പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ചില ലാഭങ്ങൾ, ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും. എന്നാൽ ചിലവുകളും അതുപോലെ തന്നെ വർദ്ധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഒരു ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ചില കുഴപ്പങ്ങളും ശാരീരിക പ്രശ്നങ്ങളും അതുപോലെ മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ കുറച്ച് അനൈക്യം ഉണ്ടാകും. അത് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാത്ത മുന്നോട്ട് പോകുന്നതാണ്. ഭാര്യ, കുടുംബം, മറ്റ് മക്കൾ, മറ്റ് അച്ഛനമ്മമാരും ഒക്കെ ആയിട്ട് പരസ്പരം മനസ്സിലാക്കി വേണം വർത്തമാനം പറയാൻ. വർത്തമാനത്തിൽ കൂടെ ഉണ്ടാകാവുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തുളസിക്ക് വെള്ളമൊഴിക്കുക, തുളസി തീർത്ഥം കഴിക്കുക, ബുധായ നമഃ എന്ന 27 തവണ ജപിക്കുക, രാവിലെ ഉദയത്തിന് മുൻപ് എഴുന്നേറ്റ് പ്രാണായാമാദികൾ ചെയ്യുന്നതും ധ്യാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. നമ്മുടെ ഭാരതീയ ചിന്താക്രമത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ഈശ്വര ഭജനത്തിൽ കൂടെയാണ്. ഈശ്വരനെ ഭജിക്കുന്നതിൽ കൂടെയാണ് ആത്മാവിനെ അറിയുന്നത്, അവനവനെ അറിയുന്നത്. അവസാനം ഞാൻ തന്നെയാണ് ഈശ്വരൻ, ആ ഈശ്വര തത്വം മുഴുവനും എന്നിലടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പരിപൂർണാവസ്ഥ ജഗത്തിലും എന്നിലും ഒരുപോലെ ദർശിക്കാൻ സാധിക്കുക എന്നതാണ് മോക്ഷമായിട്ട് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാ തരത്തിലുള്ള ഏതവസ്ഥയിലുമുള്ള സാധാരണക്കാർക്ക് വരെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈശ്വരൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ്, പലതരത്തിലുള്ള അവതാരങ്ങൾ, പലതരത്തിലുള്ള പല ഭാവങ്ങളിലുള്ള ഈശ്വര പ്രതിബിംബങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് തന്നെ ധാരാളം ഈശ്വരന്മാർ നമുക്കുണ്ട്. ഇതൊക്കെ ഒന്നാണ് എന്നുള്ള ബോധവും ഭാരതീയന് എല്ലാവർക്കും തന്നെ ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ ഒരു വളരെ വിശേഷമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗണേശ പദ്ധതി. എന്തെന്നാൽ ഗണപതിയിൽ കൂടെ മാത്രമേ നമുക്ക് ഏതൊരു ഈശ്വരനിലേക്കും പ്രവേശമുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊരു പൂജ ചെയ്താലും, ഏതൊരു ഈശ്വരനെ വണങ്ങിയാലും പൂജിച്ചാലും അവിടെയൊക്കെ ഗണപതിയിൽ കൂടെ മാത്രമേ അത് തുടങ്ങാൻ പറ്റുള്ളൂ. ഗണപതിയെ പൂജിച്ചുകൊണ്ട് മാത്രമേ മറ്റേതൊരു ഈശ്വരഭാവത്തെയും നമുക്ക് പൂജിക്കാൻ പറ്റുകയുള്ളൂ. അത് ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും, അത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാകട്ടെ, ശിവക്ഷേത്രത്തിലാകട്ടെ, ഭദ്രകാളി ക്ഷേത്രത്തിലാവട്ടെ, അവിടെയൊക്കെ പൂജ തുടങ്ങുന്നത് ഗണപതി വന്ദനത്തോടു കൂടിയാണ്. അഥവാ ഗണപതിയെ പൂജിച്ച് ഗണപതിയെ നിവേദ്യം കൊടുത്ത് പ്രസാദിപ്പിച്ച് അതിന് ശേഷം മാത്രമാണ് ഈ പ്രധാന ദേവങ്ങളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് അനുഗ്രഹ കലകളും. ആ ദേവൻ്റെ അനുഗ്രഹ കലകളും ഗണപതിയിൽ കൂടെയാണ് നമുക്ക് കിട്ടുക എന്നതും ഒരു താന്ത്രിക സത്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഗണേശ ഭജനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് സാധിക്കാവുന്നത്. ഇത്രയും വൈശിഷ്ട്യമുള്ള ഒരു ദേവൻ, അതായത് ഏത് തരത്തിലുള്ളവർക്കും, സാധാരണ വളരെ പാമരനായിട്ടുള്ള ഒരു വ്യക്തിക്കും വളരെ ചെറുതായിട്ടുള്ള കുട്ടിക്കും യോഗ അവസ്ഥയുടെ അങ്ങേയറ്റത്ത്, പാണ്ഡിത്യത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്നവർക്കും ഒരുപോലെ പ്രാപ്യമായതും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഗണപതിയാണ് ഭാരതത്തിലെ പ്രധാന ദേവൻ എന്ന് തന്നെ പറയാം. എന്ന് മാത്രമല്ല, ഇത് ലോകമെമ്പാടും ഒരു കാലത്ത് ലോകമെമ്പാടും ഈ ഗണേശ ഭജനം അഥവാ ഗണേശ തത്വം നല്ലവണ്ണം അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ഗണപതിയെ. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്കാരം.